ഒരാളുടെയും സഹായമില്ലാതെ സെൽഫായിക്കൊണ്ട് അതായത് ന്യൂസൊക്കെ റീഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേടിഎം ക്യാഷ് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റിയ കിഡിലൻ ആപ്ലിക്കേഷനാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ക്വാക്കൂ എന്നാണ്. ഓക്കെ, സ്ക്രീനിൽ കാണാൻ പറ്റും, ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഐക്കൺ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ചിലപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി അറിയാമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ആയതൊന്നുമല്ല, കുറച്ചാൾ മുമ്പേ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ലോഞ്ചായിട്ട് ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിൻ്റെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ആയതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം ആ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല. അത് മാത്രമല്ല ഇപ്പോൾ കറക്റ്റായിട്ട് പേയ്മെൻറ്റും കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കിതിൽ നിന്ന് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇന്നലെയാണ് ഇതിൽ പേയ്മെൻറ്റ് റിസീവ് ആയത്. അതായത് 14-ാം തീയതിയാണ്, സെപ്റ്റംബർ 14-നാണ് ഇതിൽ നിന്ന് എനിക്ക് പേയ്മെൻറ്റ് റിസീവ് ആയത്. അപ്പോൾ ഞാൻ ആ ഒരു പ്രൂഫ് പേടിഎം ഓപ്പൺ ചെയ്തത്, അതായത് പേടിഎം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ആ ഒരു പ്രൂഫ് ഞാൻ വീഡിയോക്ക് കിടക്കുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂസൊക്കെ റീഡ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കോയിൻസ് നിങ്ങൾക്ക് പേടിഎം ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. പേടിഎം ക്യാഷ് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്നവരാണെങ്കിൽ ഫ്രീ ഫയറിൽ ഡയമണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പബ്ജി കളിക്കുന്നവർ, പബ്ജി ഇപ്പോൾ കറൻറ്റ്ലി ബാൻഡാണ്. പബ്ജി ഇപ്പോൾ തിരിച്ച് വരാണെങ്കിൽ നിങ്ങൾക്ക് പബ്ജിയിൽ യൂസ് ചെയ്യാനായിട്ടും കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഏറ്റവും അവസാനം വരെ കാണാം. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യണം. കാരണം സെൽഫായിട്ട് സിമ്പിളാണ്. ഓക്കെ, നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ഒരു റെഡ് കളറുള്ള ഒരു സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലേക്കും കൂടി വരും. അപ്പോൾ ആ ഒരു ബെല്ലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ ഓപ്ഷൻ ആക്കി വെക്കുക, അതായത് ഓൾ ഓപ്ഷൻ ആക്കി വെക്കുക. എന്നാലും നിങ്ങൾക്ക് ഇതുപോലുള്ള മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസൊക്കെ ഞാൻ തരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ചാനൽ നിങ്ങൾ എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യുക. എന്നാൽ പുതിയ ലൂട്ട് ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ 10K സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ ഗിവ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത എല്ലാവരും പോയിട്ട് ഇപ്പോൾ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ചാനലിൽ 200 സബ്സ്ക്രൈബേഴ്സ് ആയാലും നമ്മൾ ഗിവ് റിസൾട്ട് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റാൻഡം കമൻറ്റ് പിക്കർ വെച്ചാണ് നമ്മൾ ആ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ 175 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് ചാനലിൽ. ഓക്കെ, 200 സബ്സ്ക്രൈബേഴ്സ് ആയാൽ മതി. നിങ്ങളെല്ലാവരും പോയിട്ട് ആ ഒരു ഗിവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവരും മറക്കാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ആ ഒരു ഗിവേയിൽ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എയ്ഡിങ് ഗ്രൗണ്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് ഫായിസ്. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പേടിഎം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പേടിഎം ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പാസ്ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ക്യാഷ് ബാക്ക് റിസീവ്ഡ് ഫ്രം ഫണ്ട് ടു എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനൊരു പ്രൂഫ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വാക്കൂ ബോണസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഫ്രം ഫണ്ട് ടു എന്ന് പറഞ്ഞിട്ട് താഴെയായിട്ട് ക്വാക്കൂ ബോണസ് എന്നും കൂടിയും കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എനിക്ക് ഇതിൽ നിന്നൊരു 4-5 പേയ്മെൻറ്റ്, ഓക്കെ 4 പേയ്മെൻറ്റാണ് എനിക്ക് റിസീവ് ആയിട്ടുള്ളത്. ഫസ്റ്റ് ഒരു രൂപയുടെ, പിന്നെ 2 രൂപയുടെ, പിന്നെ 3, പിന്നെ 1. ഓക്കെ, പിന്നെ മൊത്തത്തിൽ 4 പേയ്മെൻറ്റ് എനിക്ക് റിസീവ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. മിനിമം വിഡ്രോ എന്ന് പറഞ്ഞാൽ വെറും 1 രൂപ മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു രൂപ സിമ്പിളായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റൊക്കെ വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത് എൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്വാക്കൂ എന്ന് സെർച്ച് ചെയ്താലും അത് എനിക്ക് ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്, ട്രസ്റ്റഡ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ആയിട്ട് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡിവൈസിലുള്ള ഗൂഗിൾ അക്കൗണ്ട്സ് ഒക്കെ തന്നെ ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ഇതിലോട്ടൊന്ന് ജസ്റ്റ് സൈൻ ഇൻ ചെയ്യുക. സൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ 3 കാര്യങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ നെയിം ഓൾറെഡി വന്നിട്ടുണ്ടാവും നമ്മൾ ജിമെയിൽ വെച്ച് സൈൻ ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പേടിഎം നമ്പർ തന്നെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം റെഫർ കോഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റെഫർ കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, സ്ക്രീനിൽ ഉണ്ടാവില്ല, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു കോഡ് നിങ്ങളവിടെ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ആപ്ലിക്കേഷൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അതിനുശേഷം നേരെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലോട്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൈനപ്പ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഹോം പേജ്. ഓക്കെ, അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ന്യൂസൊക്കെ വായിച്ചുകൊണ്ടാണ് നമുക്ക് ഇതിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഹോം പേജിലാണ്. പിന്നെ താഴെ നോക്കാൻ നല്ല ഹോം, പിന്നെ വാലറ്റ് ഉണ്ട്, അതുപോലെ ഇൻവൈറ്റിൻ്റെ ഒരു സെക്ഷനാണുള്ളത്, പിന്നെ മൈ ടീം, അതുപോലെ പിന്നെ മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വാലറ്റ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പം വാലറ്റിൻ്റെ സെക്ഷനാണ് 2ാമത്തെ. ഓക്കെ, അപ്പോൾ ഞാൻ അതിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഇപ്പോൾ 105 കോയിൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കോയിൻസ് ഫുള്ള് ഞാൻ ന്യൂസ് റീഡ് ചെയ്തിട്ടാണ് ഞാൻ ഏൺ ചെയ്തത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഒരു ന്യൂസ് റീഡ് ചെയ്തപ്പോൾ 15 കോയിൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു കോയിൻസ് ഏൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഹോം പേജിലോട്ട് തന്നെ വരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഹോമിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ന്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ന്യൂസ് എടുക്കുന്നുണ്ട്. ഫസ്റ്റത്തെ ന്യൂസിന് ഞാൻ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കാന്ന് വെച്ചാൽ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു സർക്കിൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു സർക്കിളിനുള്ളിൽ ഗ്രീൻ കളർ വരണം. ഓക്കെ, അപ്പോൾ അത്രയും നാളെ നമ്മൾ ജസ്റ്റ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇവിടെ ഒരു ആഡ് വരും, നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിലായിട്ടൊരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ വാലറ്റിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം എത്ര കോയിൻസ് ആയിരുന്നു. കാണാൻ പറ്റും 120 കോയിൻസ് എൻ്റെ വാലറ്റിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ന്യൂസ് തന്നെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ന്യൂസിൻ്റെ ആ ഒരു പേജിൽ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ഇപ്പോൾ ഒരു ആഡ് വരും, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കട്ട് ചെയ്യണം. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുപോലൊരു ആഡ് വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിലായിട്ട് ഗ്രീൻ കളർ വന്നു, സെൻഡിങ് കോയിൻസ് എന്നൊക്കെ പറഞ്ഞു വന്നു. നമ്മൾ വീണ്ടും വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും 135 കോയിൻസ് ആയിട്ടുണ്ട് എൻ്റെ വാലറ്റിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് വീണ്ടും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ വേറൊരു ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ടാസ്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടാസ്കും കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുന്നത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ആഡ് വരുന്നുണ്ട്, അത് ജസ്റ്റ് വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം അത് ആ ഒരു കോയിൻസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 150 കോയിൻസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയം ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുക, ടാസ്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും ആ ഒരു ടാസ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ആഡ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ അതായത് നോർമലായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു ടാസ്ക് കൂടെ വരുന്നുണ്ട്, അതായത് ഒരു ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ടാസ്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം അത്രയും സമയം ഞാൻ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഞാൻ ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് വീണ്ടും ആ ഒരു ന്യൂസിൽ തന്നെ ക്ലിക്ക് ചെയ്തു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വെറുതെ ഇങ്ങനെ നിന്നാൽ പോയത് കാണാൻ പറ്റും. ഇൻസ്റ്റാൾ ആപ്പ് എന്നുകൊണ്ട് വന്നാൽ കാണാൻ പറ്റും. അതായത് നമ്മൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ടാസ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ആപ്പാണല്ലോ ആപ്പ് അത് പ്ലേ സ്റ്റോറിലോട്ട് പോകാനാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു റമ്മിയുടെ ആപ്പാണ്, അപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ആയിട്ട് ഈ ഒരു ആപ്പിക്ക് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം വീണ്ടും തിരിച്ച് ആ ഒരു Kwakoo എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലോട്ട് വരാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ആ ഒരു ആപ്പിക്ക് ഫയൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് തിരിച്ച് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷനോട് പോയി നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്റ്റാൾ സക്സസ് എന്ന് പറഞ്ഞിട്ട് വന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എത്ര കോയിൻസ് ആഡ് ആയിട്ട് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും 260 കോയിൻസ് ആയിട്ട് ഇൻസ്റ്റാൾ ബോണസ് കൊണ്ട് 80 കോയിൻസ് ആഡ് ആയിരിക്കുന്ന കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇൻസ്റ്റാൾ ടാസ്ക്കും അതിൻ്റെ ഇടയിൽ വരുമ്പോൾ കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അപ്പം ഡെയിലി ഒരു പ്രാവശ്യമൊക്കെയാണെന്ന് തോന്നുന്നു ഇൻസ്റ്റാൾ ടാസ്ക് വരാൻ തോന്നുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ടാസ്കും കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, നമുക്ക് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നത് ഇതിൽ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്കിപ്പം ആഡ്സ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു ദിവസം ട്രൈ ചെയ്ത് നോക്കുക. ആഡ്സ് വന്നിട്ട് വരാത്തതാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ആദ്യം വന്നിരുന്നു പിന്നെ വരാത്തതാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. കാരണം ഇത് എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ആപ്പിക്ക് ഡെവലപ്പറിൻ്റെ പ്രശ്നം, ആപ്പിക്ക് ഡെവലപ്പ് ചെയ്ത ആളുടെ പ്രശ്നമല്ല. കാരണം ഇത് ഫേസ്ബുക്ക് ആഡ്സ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോബ്ലംസാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ ചിലപ്പോൾ നിങ്ങളിൽ വരുന്നില്ല. ഓക്കെ, പിന്നെ ഇവിടെ ആയിട്ടൊരു ഇൻവൈറ്റ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇൻവൈറ്റിന് ഇപ്പോൾ കറൻ്റ് കോയിൻസ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ ആയിട്ട് നിങ്ങൾ റഫർ കോഡ് കാർഡിലൂടെയായിട്ട് കാണാൻ പറ്റും 3ാമത്തെ ഓപ്ഷനിൽ വന്നാൽ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ റഫർ ചെയ്യാൻ നിൽക്കണ്ട, ഇപ്പം കോയിൻസ് കൊടുക്കുന്നില്ല എന്നാണ് എന്നോട് ഡെവലപ്പർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ അങ്ങനെയാണ്. പിന്നെ ഇവിടെ മൈ ടീം എന്ന് പറയുമ്പോൾ ഇൻവൈറ്റ് സെക്ഷൻ വരുമ്പോൾ ഈ ഒരു മൈ ടീമിനോണ്ട് ഉള്ള ഒരു യൂസ് ഉള്ളൂ. പിന്നെ മൈ പ്രൊഫൈൽ നോക്കാണെങ്കിൽ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഏൺ ചെയ്യുന്ന കോയിൻസ് എങ്ങനെ വിഡ്രോ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു വാലറ്റിംഗ് സെക്ഷനിൽ തന്നെ ഇവിടെ റെഡീം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊരു മെത്തേഡ്, അതായത് ഞാൻ പറഞ്ഞല്ലോ Paytm മാത്രമല്ല ഫ്രീ ഫയർ ഉണ്ട്, അതുപോലെ PUBG കൂടി ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞങ്ങൾക്ക് Paytm കാണിച്ചു തരാം. അതുപോലെ പിന്നെ ഫ്രീ ഫയർ ഉണ്ട്, PUBG ഉണ്ട്. ഓക്കെ, ഞാൻ Paytm ജസ്റ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ കാണാൻ പറ്റും 350 കോയിൻസ് ആയാലും നിങ്ങൾക്ക് ₹1 റിഡീം ചെയ്യാൻ പറ്റും. അതുപോലെ 600 കോയിൻസ് ആയാലും ₹2 റിഡീം ചെയ്യാം. ഓക്കെ, അതുപോലെ 900 കോയിൻസ് ആയാലും ₹3 റിഡീം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി തന്നെ ഞാൻ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ 260 കോയിൻസ് എനിക്ക് കിട്ടി. ഓക്കെ, അപ്പം ഞാൻ 350 കോയിൻസൊക്കെ എനിക്ക് സിമ്പിളായിട്ട് തന്നെ എനിക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് PUBG നോക്കാം. PUBG ഇപ്പോൾ ഇല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, കാരണം ഇപ്പോൾ വേണ്ടാണ്. വരുമ്പോൾ നിങ്ങൾക്ക് 12,000 കോയിൻസ് ആയാലും നിങ്ങൾക്ക് 35 യൂസ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതിനായിട്ട് കുറേ കോയിൻസ് വേണം. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് Paytmലോട്ട് റിഡീം ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ്. പിന്നെ ഫ്രീ ഫയറിലും അതുപോലെ തന്നെയാണ്. 12,000 കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 ഡയമണ്ട്സ് മിനിമമാണ് പറയുന്നത്. പിന്നെ 24,000 കോയിൻസ് ഉണ്ടെങ്കിൽ 100 ഡയമണ്ട് എടുക്കാം. 24 പിന്നെ അതിൽ കൂടി അതായത് ഓക്കെ, പിന്നെ നിങ്ങൾക്ക് 24,000 കോയിൻസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 24,000 കോയിൻസ് ആയാലും 100 ഡയമണ്ടും അതുപോലെ 12,000 കോയിൻസ് ആയാലും 50 ഡയമണ്ടും നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ വിഡ്രോയിൽ വരുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഞാൻ നിങ്ങൾക്ക് പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നതാണല്ലോ. ഓക്കെ, നിങ്ങൾ പേടിക്കാനൊന്നും നിൽക്കണ്ട. ഇനി ഒരു ആപ്ലിക്കേഷൻ എത്ര നാൾ വർക്ക് ആവുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഡെവലപ്പറോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഇനി ലൈഫ് ടൈം ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പം എനിക്ക് കറക്റ്റായിട്ട് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് പോവുക. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ
വാട്സപ്പിലൂടെ ടെലിഗ്രാമിൽ ഞാൻ അറിയിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അതായത് പേയ്മെൻറ്റ് സ്റ്റോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്തായാലും ഞാൻ പറയാം. ഇപ്പം 100K ഡൗൺലോഡ്സ് അടിക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് കൊടുക്കുന്ന ആപ്പാണ്, കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന ആപ്പാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് കോയിൻസും കാര്യങ്ങളും ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എൻ്റെ നോക്കിയാൽ കാണാൻ പറ്റും 350 കോയിൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. പേടിഎം സെലക്ട് ചെയ്തതിന് ശേഷം 350 കോയിൻസ് ആയാലും 1 രൂപ എടുക്കാം. അപ്പോൾ ഞാൻ 350 കോയിൻസിനാണ് എടുക്കുന്നത്. ഓക്കെ, ശേഷം പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് താഴെയായിട്ട് സബ്മിറ്റ് ബട്ടൺ ഉണ്ട്, വിഡ്രോ ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിലോട്ടൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും യുവർ വിഡ്രോയിൽ ബിൽ ബി സെൻഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും പേടിഎം റിക്വസ്റ്റ് വേണ്ടിയിട്ട് 350 കോയിൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് കിട്ടിയാലും ഞാൻ അപ്പോൾ തന്നെ നമ്മളെ വാട്സപ്പിലും ടെലിഗ്രാമിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ലേക്ക് കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനൽ, അതായത് ഗെയിമിംഗ് ചാനലൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നല്ല കിഡ്ലും ഗീവ് അവേസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം വേറെ ഒന്നുമില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ